ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. നമ്മുടെ സോപ്പിൻ്റെ മേക്കിംഗ് ആണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് സോപ്പ് നമ്മുടെ കുടുംബശ്രീ അങ്ങനെയുള്ള ഏരിയയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് അധികം, അതായത് കുറേ വെറൈറ്റികൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ അടുത്തൊരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ആര്യവേപ്പിൻ്റെ സോപ്പാണ് കേട്ടോ. അപ്പോൾ ആര്യവേപ്പിൻ്റെ പൗഡർ 1 ഗ്രാം ഇട്ടു. ഒരു സ്പൂൺ, ഇത്രയും ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ കേട്ടോ. അതിൽ നിന്ന് ഒരു ശക്കലോടെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി അലോവേരയും ഇതെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മുടെ സോപ്പിൻ്റെ ബേസ് റെഡിയായി വരുന്നിടം വരെ നമ്മളിത് മിക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ ഇയുടെ ഇത് ഒഴിക്കാം. അത് ഡ്രോപ്സ് 10 ഡ്രോപ്സാണ് 10 സോപ്പിന് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രോപ്സ് ഒഴിച്ചു. ഇനി നമുക്ക് ഗ്ലിസറിന് ഒരു പാത്രം, ഒരടപ്പ് ഗ്ലിസറിന് ഒഴിക്കാവേ. ഗ്ലിസറിന് ഒഴിക്കുന്നു. നമുക്ക് 1 കിലോയുടെ സോപ്പാണ് ഇതും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 1 കിലോയുടെ സോപ്പിനുള്ള അളവുകളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആര്യവേപ്പിൻ്റെ പൗഡർ, അതിനകത്തേക്ക് ഗ്ലിസറിൻ, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ, അങ്ങനെ 3 ഐറ്റം ചേർത്തു. എണ്ണ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതിയേ. അതിപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ പൗഡറിനകത്തേക്ക് നിങ്ങൾ ഡയറക്റ്റ് കറ്റാർവാഴയുടെ ജ്യൂസ് ആഡ് ചെയ്യരുത്. ജെല്ലാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. പക്ഷേ നോർമലി നമ്മൾ പറിച്ചെടുക്കുന്ന കറ്റാർവാഴ, അതായത് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പൊടി കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അലോവേരയുടെ മിക്സിംഗ് ആണ്. ഇനി അടുത്ത അലോവേരയല്ല, നമ്മുടെ നീമിൻ്റെ മിക്സിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നീമിൻ്റെ പൗഡർ നന്നായിട്ട് സെറ്റാക്കി കഴിഞ്ഞ് നമുക്കിത് വെച്ചിരിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബേസ് റെഡി ആയി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണം, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ. സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നാമത്തെ മെയിനായിട്ടുള്ള അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ബഡ്ജറ്റാണ്. നല്ലൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് സോപ്പ് ചെയ്യാൻ പറ്റിയാലേ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് സോപ്പ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ല നമ്മുടെ സാധനത്തിന് ഭയങ്കര വിലയാണെന്നുള്ളൊരിത് കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനോട് താല്പര്യം കുറയും. പിന്നെ മെയിനായിട്ട് രണ്ടാമത്തെ കാര്യം വേണ്ടത്, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബേസ്, നല്ല ക്വാളിറ്റിയുള്ള സ്മെല്ല്, ക്വാളിറ്റിയുള്ള പൗഡേഴ്സ്, ഒറിജിനൽ, അതായത് നമ്മൾ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നാച്ചുറൽ ആയിരിക്കണം. നമുക്കതിലൊരു മായം കലർത്താതിരിക്കാൻ പറ്റുക മാക്സിമം ഏറ്റവും നന്നായിട്ട് ചെയ്യുക. പിന്നെ അട്രാക്ഷൻ, അതായത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയാണ്. നമ്മുടെ സോപ്പ് കാണുമ്പോൾ കാണുന്നവർക്ക് ഹായ് ഇത് കൊള്ളാലോ ഒരു സെറ്റ് ഒരു ഇതാവണം. നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഇത് കൊള്ളാം എന്ന് കണ്ടപ്പോൾ തന്നെ ഇത് കൊള്ളാലോ എന്ന് പറയാൻ പറ്റുന്ന ഒരു ലുക്കിൽ നമ്മുടെ സോപ്പ് ഇരിക്കണം. അതാണ് പെർഫെക്ഷൻ. അപ്പോൾ സോപ്പിൻ്റെ പെർഫെക്ഷനാണ് മൂന്നാമത് വേണ്ടത്. നാലാമത് വേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ആണ്. ഫസ്റ്റ് കോൺഫിഡൻസ് വേണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയതാ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സാധനത്തിലുള്ള കോൺഫിഡൻസ്, നമ്മുടെ സാധനം നല്ലതാണ്, കൺഫേം ആണ്. അതെന്ന് വെച്ചാൽ ഞാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിന് അതിൻ്റെതായ ഒരു റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റ് മേടിക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ കൊടുത്താൽ മതി. നമ്മുടെ സാധനത്തിന് നമ്മൾ തന്നെ ഡിമാൻഡ് കളയരുത്. മെയിനായിട്ടും നമ്മളൊരു സാധനം ചെയ്തു, എൻ്റെ സാധനം വാങ്ങാവോ അങ്ങനെ ചോദിക്കരുത്. അതിനെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ആ ഒരു മാർക്കറ്റിംഗ് ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ സാധനത്തിൻ്റെ വില ഇടിയും. നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കി, നമുക്ക് പെർഫെക്റ്റ് ആണ് ആ സാധനം, നമ്മൾ ആദ്യം യൂസ് ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, നമുക്ക് അവരോട് ഇപ്പോൾ അവർ ചോദിക്കുകയാണ് ഇതെന്താന്ന്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഒരു സാധനം എനിക്ക് യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാം. പക്ഷേ നെഗറ്റീവ് കമൻറ്റുകൾ വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ബേസിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പം നമ്മുടെ സോപ്പുകൾ തേയ്മാനം സംഭവിക്കാറുണ്ട് കൂടുതൽ. പിന്നെ ബേസിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്മെല്ലിൻ്റെ ക്വാളിറ്റി വ്യത്യാസം കൊണ്ട് ഓക്കെ. പിന്നെ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലുകൾ ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ കാര്യങ്ങൾ പലത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് 2, 3 നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ പറയുന്ന കൊടുത്ത് ഫ്ലോയിൽ പറയുന്ന പോകുന്ന. അപ്പം ഏറ്റവും അത്യാവശ്യം നമുക്ക് കളറ്, സ്മെല്ല്, ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, പിന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള ബേസ്,
ക്വാളിറ്റിയുള്ള സ്മെല്ലുകൾ. അതായത് നമുക്ക് ടിപ്പിക്കലി ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നറിയോ, നമുക്ക് കടകളിൽ കിട്ടാത്ത സോപ്പുകളുടെ സ്മെല്ലുകൾ വേണം. അതായത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുക. നമ്മുടെ സാധനം ആ സോപ്പ് കൊള്ളാം കേട്ടോ, അതിൻ്റെ സ്മെല്ല് അങ്ങനെ നമ്മൾ പറയില്ലേ, ചില സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സാധനങ്ങൾ വിൽക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ല് എടുക്കുക, നല്ല ക്വാളിറ്റി ഉള്ള ബേസ് എടുക്കുക, പിന്നെ എന്നാൽ നമുക്ക് അഫോർഡബിൾ ആവുകയും ചെയ്യണം. ഇതെല്ലാം നമുക്ക് അഫോർഡബിളായി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാവുള്ളൂ താനും. അങ്ങനെ എടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കുറഞ്ഞ ചിലവിൽ നല്ല ലാഭത്തിൽ വിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല രീതിയിൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഏറ്റവും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഹോം മെയ്ഡ് സോപ്പുകൾ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് വേണ്ട സാധനം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉയരങ്ങളിൽ എത്തിച്ചേരാനും പറ്റും. എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞ കേട്ടോ, ഞാൻ ഒത്തിരി ഉയരങ്ങളിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ 1 കിലോയെ ചെയ്ത് പഠിച്ച് തുടങ്ങിയ ഞാനിന്ന് 10 കിലോ 15 കിലോയുടെ സാധനം ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്കിത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ മുന്നോട്ട്. പലരും സോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് പലരും പഠിക്കുന്നു നിർത്തിപ്പോയവരുണ്ട് കേട്ടോ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങളുടെ സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫസ്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിലയിടുമ്പോൾ, അതായത് 100 ഗ്രാമിൻ്റെ ഒരു സോപ്പിന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും 60 രൂപ കുറഞ്ഞത് മേടിക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഞാൻ വെറും 45 രൂപയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം കടയിൽ കൊണ്ടുവച്ച റേറ്റ് 45 ആയിരുന്നു. അതായത് നമ്മുടെ സാധനം വിറ്റ് പോകണമെന്ന് മാത്രമേ എനിക്ക് അന്നേരം ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സാധനത്തിൻ്റെ വില ഇടിച്ച് ആദ്യം കൊടുക്കരുത്. നിങ്ങളുടെ സാധനത്തിന് വില കൂടുതൽ നിങ്ങൾ ആദ്യം തന്നെ വെച്ചാലേ പതുകിയെ വിറ്റ് പോകാളായിരിക്കും. പക്ഷേ ആ ഒരു കുറേ നാളത്തെ ക്രൈസിസിന് ശേഷം നിങ്ങളുടെ സാധനം എടുക്കുന്നവർക്ക് നിങ്ങളുടെ സാധനത്തിന് ക്വാളിറ്റി മനസ്സിലായ ആ വില അവർക്കൊരു വിലയായിരിക്കില്ല. അപ്പം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ യൂസ് ചെയ്യുക ഒന്നാമത്തേത്. രണ്ടാമത്തേത് നല്ല സ്മെല്ലുകൾ യൂസ് ചെയ്യുക. അതായത് വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ലുകൾ, നമുക്ക് തന്നെ ഹായ് എന്ന് പറയാൻ പറ്റണം. നമ്മുടെ സാധനത്തിന് ആ സ്മെല്ല് പറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ ആ സ്മെല്ല് നമ്മളൊന്ന് എടുത്ത് മണത്ത് നോക്കുമ്പോൾ ഹായ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം പാക്കിംഗ് ആണ്. പാക്കിങ് നല്ല 100% പാക്കിങ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സാധനത്തിൻ്റെ സ്മെല്ല് നിങ്ങളിപ്പം ചെയ്ത് വെക്കുന്നുണ്ടാവും, പക്ഷെ ആ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ സ്മെല്ല് കണ്ടിന്യൂസ് നമ്മൾ നന്നായിട്ട് നമ്മുടെ സോപ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് സീൽ ചെയ്തിട്ട് വെക്കാം. ആ സോപ്പ് സീൽ ചെയ്തിട്ട് വെച്ചാൽ കുറേ നാളുകൾ കഴിഞ്ഞാലും നിങ്ങളുടെ സോപ്പിൻ്റെ സ്മെല്ല് അതേപടി നിൽക്കും, ഒട്ടും പോകത്തില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നമുക്ക് സോപ്പ് ഉറച്ച് കിട്ടുന്ന ഉടനെ ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സോപ്പ് എടുക്കുക, റാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യം. ഫസ്റ്റ് റാപ്പിംഗ്, ആ റാപ്പിങ് കറക്റ്റായിട്ട് ഉടനെ തന്നെ ചെയ്യാം. അപ്പം നമ്മുടെ നീമിൻ്റെ ഇത്രയൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ചിലർക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയട്ടെ, നീമിൻ്റെ സോപ്പ് പറയുന്നവർക്ക് നീമിന് ഓൾറെഡി കളറുണ്ട്, നീമിൻ്റെ കളർ. അപ്പം നമുക്ക് നീമിൻ്റെ കളർ ചേർക്കണ്ട. രക്തേന്ദ്രത്തിനും കളറുണ്ട്. പിന്നെ നമ്മുടെ റെഡ് വൈൻ പോലുള്ള സോപ്പുകൾ ചെയ്യുമ്പോൾ റെഡ് വൈൻ്റെ കളർ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അതിനൊരു കളർ ഫീൽ ചെയ്യത്തില്ല അവർക്ക്. അപ്പം നമുക്ക് നമ്മുടെ സാധനം വിറ്റ് പോകാൻ പാടാണ്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള അലോവേര ചെയ്യുന്നവർക്ക് ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ കരടുകൾ പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ ഓരോ സോപ്പിനും അതിൻ്റെതായ ശ്രദ്ധ വേണ്ടതുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി സോപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ ലിക്വിഡ് ഐറ്റംസ് വേറെ സെപ്പറേറ്റ് ചെയ്തു പോകാതിരിക്കുക. നിങ്ങൾ സോപ്പാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ സോപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സാധനത്തിൻ്റെ വ്യത്യാസം, അതായത് വിൽക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, മാർക്കറ്റിങ് പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. അതിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് നല്ലൊരു സോപ്പ് മേക്കർ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ അതർ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ സ്വന്തമായിട്ട് ഇറക്കാൻ പാടുള്ളൂ. അത് ഇറക്കത്തില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സാധനത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ എനിക്കിന്ന് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വന്ന് ചോദിക്കാം, പറഞ്ഞുതരാം. പിന്നെ നമ്മളിപ്പോൾ എന്നാന്ന് വെച്ചാൽ നിലവിലിപ്പോൾ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മൾ ചേർത്ത് വെച്ചേക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് സ്മെല്ലാണ്. സ്മെല്ല് ഏറ്റവും ലാസ്റ്റേ ഞാൻ ചേർക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ അലോവേരയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ തന്നെ റെഡിയാവും. അപ്പം അടുത്ത വീഡിയോ ബാക്കി പുറകെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബേസ് നമ്മൾ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ്, അതായത് നമ്മുടെ നീമിൻ്റെ അതായത് നമ്മുടെ
പൗഡർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചായിരുന്നു ആദ്യം. അപ്പോൾ അത് നമ്മൾ ബേസിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് അതിനെ മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ബേസുമായിട്ട് യോജിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒച്ച കേൾക്കുന്ന ഈ കുഞ്ഞാവ ചെറുക്കൻ ഇതിൽ നടക്കുന്നതിന് എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒച്ചയാണ് കേട്ടോ. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലോവേരയുടെ ജ്യൂസ് ആഡ് ചെയ്യാം. അലോവേരയുടെ ജ്യൂസ് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ, അങ്ങനെ കേടാവാത്ത രീതിയിൽ നമ്മൾ വെച്ചേക്കുന്ന അലോവേരയുടെ ജ്യൂസാണ്. അപ്പോൾ ഒരു 3-3.5 സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ, ഒരുപാട് കണ്ടമാനം ആഡ് ചെയ്ത് വിടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്, സോപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി കൂടി ഒന്ന് മിച്ചം ഇതിനകത്ത് കിടപ്പുണ്ട്, അത് നമുക്കൊന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനത് കൈ കൊണ്ടൊന്ന് വടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒട്ടും കളയണ്ട നമുക്ക്, കാരണം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഗുണമുള്ള സാധനങ്ങൾ, അപ്പോൾ ഒന്നും കളയാൻ നമുക്ക് അതിനകത്തില്ല ശരിക്കും. അപ്പോൾ ഇത് കണ്ടോ, അലവര അടിച്ചപ്പോൾ അടിയാതെ കിടന്നൊരു കഷ്ണമാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാനിങ്ങനെ മാറ്റുവാണ്. നന്നായിട്ട് ഈ മിക്സിയുടെ ജാറിൽ അലവര അടിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് സ്മെല്ല് ചേർക്കണം കേട്ടോ. നമ്മൾ ഇതും 1 കിലോയുടെ സോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ 10 മില്ലി 20 മില്ലിയോളം സ്മെല്ല് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്മെല്ല് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. 20 മില്ലിയാണ് നോർമൽ ഒരു സ്മെല്ല് എടുക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 20 മില്ലി നമ്മൾ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ലിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, പറഞ്ഞേക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡ്രൈ സ്കിന്നാണോ മറ്റേ നമ്മുടെ സ്കിന്നുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ നമ്മളോട് കസ്റ്റമൈസ് ചെയ്ത് പറയുന്നവരോട് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ സോപ്പ് ചെയ്ത് കൊടുക്കാവുള്ളൂ. കടയിലൊക്കെ കൊണ്ടുവെക്കുന്നതാണ് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നീമിൻ്റെ ഇത് സോപ്പ് സെറ്റായി. ഇനി നമുക്കിത് മോൾഡിലേക്ക് പറന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. 1 കിലോ ബേസാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ നിറച്ച് ചേർക്കുന്നതിൻ്റെ അനുസരിച്ച് കുറവും കൂടുതലും വരും കേട്ടോ. 10 സോപ്പാണ് നമുക്ക് സാധാരണ കിട്ടുക ഒരു ഇതിൽ നിന്ന്, 1 കിലോയിൽ നിന്ന്. പക്ഷെ അത് നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് നിറച്ചൊക്കെ വെക്കുമ്പോഴത്തേനും നമുക്ക് ആ 10 സോപ്പ് പൂർണ്ണമായിട്ടും കിട്ടിയെന്ന് വരില്ല. കണ്ടോ, ഇത് നമുക്ക് 1 കിലോ മിച്ചം ബേസ് ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കുറവുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സോപ്പ് കൂടെ ചെയ്യാനുള്ളത് അതിനകത്ത് ഇല്ല കേട്ടോ. അപ്പോൾ 2, 4, 6, 8, 9 കറക്റ്റ് എല്ലാം 9ലാണ് വന്നിരിക്കുന്നത്. 9 പീസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അതിന് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ ഞാനിപ്പോൾ ഒത്തിരി അങ്ങനെ മാറ്റുന്നില്ല കേട്ടോ. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ ഒത്തിരി നഷ്ടപ്പെടുവേ. അതുകൊണ്ടൊരു ശകലം ഒന്ന് ജസ്റ്റ് കൂടുതലുള്ള മാത്രം നമുക്കതിലേക്കൊന്ന് എടുത്തു കൊടുക്കാം. ഇനി ഇത്രേ നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. 10ാമത്തെ സോപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും മൊത്തം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സോപ്പ് മേക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം, ഈ വീഡിയോകളിലൊന്നും പറയാത്തതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാധനം നന്നായിരിക്കണം, നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സോപ്പ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വരും. എന്ന് എല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലതവണ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആ പോരായ്മകളെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ
എന്തെങ്കിലും ഡൗട്ടുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നീമിൻ്റെ സോപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത സെഷനിലേക്ക് ഉടനെ തന്നെ പോവാണ്. അപ്പോൾ എല്ലാ വീഡിയോയും ഞാനിത് റിമൂവ് ചെയ്ത് അടുത്ത സെഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാം കൂടെ നമുക്ക് ഒരുപാട് മോൾഡ് ഇല്ല. അപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മോൾഡ് കുറവാണ്. നമുക്ക് 85-ൻ്റെയും 90-ൻ്റെയും ഒക്കെ മോൾഡുകളാണ് ഇരിക്കുന്നത്. അപ്പം 100 ഗ്രാമിൻ്റെ മോൾഡിൽ തന്നെയാണ് ഞാനിപ്പോൾ സോപ്പ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മളൊരു സാധനം നമ്മുടെ കൊണ്ട് പരിചയപ്പെടുത്തുമ്പം ഈ സാധനം കൊള്ളാൻ കിട്ടുമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനും പറ്റണം. അത്യാവശ്യം നമ്മൾ ആ കൊടുക്കുന്ന വിലയുടെ മുതൽ നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ 100 ഗ്രാമിലുള്ള സോപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സോപ്പ് മേക്കിങ് ചെയ്യുക, നന്നായിട്ട് വിൽക്കുക. നിങ്ങൾക്കൊക്കെ വലിയൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ലൊരു ബിസിനസ്സുകാരാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.